ആപ്കി അദാലത്തിൽ ജാവേദ് അക്തറിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം സന്തോഷത്തോടെ ആരോടും സംസാരിക്കാറില്ല എന്നുള്ളതാണ്. ജാവേദ് സർ, താങ്കളുടെ സിനിമാ കഥാപാത്രങ്ങളിൽ വരുന്ന ആ ആംഗ്രി യങ് മാൻ യാഥാർത്ഥ്യത്തിലും താങ്കൾ അങ്ങനെയുള്ള ഒരു ആംഗ്രി യങ് മാൻ ആണോ? കുറച്ചൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നു. ഞാൻ താങ്കളുടെ കുട്ടിക്കാലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, താങ്കൾ വീട്ടിലുള്ളവരോട് ഒരു റിബലായിട്ട് പെരുമാറിയ സമയം, എല്ലാത്തിനും എതിർപ്പ് പ്രകടിപ്പിച്ച പ്രായം. നോക്കൂ സാറേ, ഈ എതിർപ്പെന്ന് പറയുന്നത് വളരെ പ്രധാനമായ ഒരു കാര്യമാണ്. ഈ പേർഷ്യയിൽ വളരെ പ്രഗത്ഭനായ ഒരു കവി ഉണ്ടായിരുന്നു. അദ്ദേഹം സുന്ദരമായ ഒരു കവിത എഴുതിയിട്ടുണ്ട്. മുകളിലിരിക്കുന്ന വലിയ ആൾക്കാരുടെ വിശ്വാസത്തെ മുഴുവനായിട്ടും സന്തോഷപ്പെടുത്താൻ സാധിക്കില്ല എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. ഈ വരികൾ എൻ്റെ ഓട്ടോഗ്രാഫ് ബുക്കിൽ വേറെ ആരുമല്ല എഴുതിയിരിക്കുന്നത്, എൻ്റെ അച്ഛനാണ് എഴുതിയിരിക്കുന്നത്. അദ്ദേഹത്തിന് അപ്പോഴേ അറിയാം എൻ്റെ മകൻ എല്ലാം എതിർക്കുന്ന ആളാണ്, കുറച്ച് ദേഷ്യക്കാരനായിരിക്കും. കുറച്ചൊക്കെ എതിർപ്പ് എല്ലാ ജനറേഷനും കാണിക്കേണ്ടതായിട്ടുണ്ട്. പൂർവികർ ചെയ്തു വന്ന എല്ലാ കാര്യങ്ങളും അതേപോലെ പിന്തുടരുകയാണെങ്കിൽ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകും? താങ്കളുടെ ഈ സ്വഭാവം കാരണം താങ്കളുടെ കല്യാണത്തിൽ പോലും താങ്കളുടെ അച്ഛനെ ക്ഷണിച്ചില്ല. അച്ഛൻ എന്നെ വിളിച്ചായിരുന്നോ? അച്ഛൻ എന്നെ അദ്ദേഹത്തിന്റെ കല്യാണത്തിന് വിളിച്ചിട്ടില്ല. താങ്കളുടെ ഉള്ളിലുള്ള ഈ എതിർപ്പും ഈ ദേഷ്യവും എല്ലാം തന്നെ താങ്കളുടെ സിനിമകളിൽ താങ്കൾ പ്രകടിപ്പിക്കാറുണ്ട്. അതായത് നിങ്ങൾ പറയുന്ന ക്യാരക്ടർ ഞാൻ മാത്രമായിട്ട് ഉണ്ടാക്കിയ ഒരു ക്യാരക്ടറല്ല. അത് രണ്ടുപേരുടെ ക്രിയേഷൻസ് ആണ്. ഒന്ന് സലിം സാറ്, പിന്നെ എൻ്റേതും. സത്യം പറയുകയാണെങ്കിൽ സലിം സാറിൻ്റെ ഒപ്പം കാണുന്നതിൽ ഏറ്റവും കൂടുതലായിട്ടുള്ളത് ഞാനിപ്പോൾ സലിം ജാവീദ് എന്ന് പറയുകയാണ്. ആ ജോഡിയിലാണ് ഏറ്റവും കൂടുതൽ പങ്കുള്ളതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞങ്ങൾ രണ്ടുപേർക്കും അന്നുണ്ടായിരുന്ന സമൂഹനീതിയുടെ ഒരു എതിർപ്പായിരുന്നു അതിലൂടെ പ്രതിഫലിപ്പിച്ചത്. പറയുകയാണെങ്കിൽ സമൂഹത്തിലുണ്ടായിരുന്ന ആ വേഷം ഞങ്ങളുടെ മനസ്സിലായിരുന്നു. സാറിനോടൊപ്പം ചേർന്ന് താങ്കൾ ആ ക്യാരക്ടർ ഉണ്ടാക്കി അത് വിജയിച്ചതിന് ശേഷം നല്ലൊരു സന്ദർഭം കിട്ടിയതും അദ്ദേഹത്തെ ഉപേക്ഷിച്ചില്ല. അവസരം കിട്ടിയത് കൊണ്ട് ഞാൻ ഉപേക്ഷിച്ചതല്ല. അദ്ദേഹത്തെ ഞാൻ ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടിട്ടുമല്ല, അദ്ദേഹം എനിക്ക് വേണ്ടി ജോലി ചെയ്തിട്ടുമില്ല. ഞങ്ങളൊരു പാർട്ണർഷിപ്പായിരുന്നു. കാലം പോകുന്തോറും മനുഷ്യൻ വളരുകയും ചെയ്യും, വ്യത്യസ്തമായിട്ട് ചിന്തിക്കാനും തുടങ്ങും. തെറ്റ് നല്ലത് അങ്ങനെയൊന്നുമില്ല, വ്യത്യസ്തമായിട്ട് ചിന്തിക്കാൻ തുടങ്ങും. ഞങ്ങൾക്കും അങ്ങനെ ഒരു ചിന്ത ഉണ്ടായി, ഞങ്ങൾ അങ്ങനെ ചിന്തിച്ചും തുടങ്ങി. ഇനിയും ഇതുപോലെ ഒരുമിച്ച് ജോലി ചെയ്യുകയാണെങ്കിൽ പഴയതുപോലെ ഞങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റില്ല എന്ന് ചിന്തിച്ചു. അതുകൊണ്ട് മോശമായിട്ട് ജോലി ചെയ്തതിനേക്കാളും ഞങ്ങൾ വേർപിരിയാമെന്ന് വിചാരിച്ചു. ആ സമയത്ത് മീഡിയകളിൽ വീണ്ടും വീണ്ടും എഴുതിക്കൊണ്ടേയിരുന്നു. അതായത് പബ്ലിക് റിലേഷൻ ജോലികളെല്ലാം സലീം സാറാണ് ചെയ്യുന്നത്, എഴുതുന്ന ജോലിയെല്ലാം ജാവേദ് സാർ. ഇല്ല, അത് തെറ്റ ഒരു ആരോപണമാണ്. പബ്ലിക് റിലേഷന് വേണ്ടി റൈറ്ററിനോട് 50-50 പാർട്ണർഷിപ്പ് ആരെങ്കിലും വെക്കാറുണ്ടോ? അദ്ദേഹത്തിന്റെ പേര് എന്നിലും മുന്നേ വരാൻ ഞാൻ സമ്മതിക്കോ? സലിം സാറ് പുതിയൊരു സെൻസിബിൾ കൊണ്ടുവന്നു സ്ക്രീൻ പ്ലേയിൽ. ഇതുവരെ ഇന്ത്യൻ സിനിമയിലുള്ള ഒരുപാട് കഥകളിൽ അദ്ദേഹത്തിന്റെ പങ്ക് വളരെ വലുതാണ്. താങ്കൾ പറഞ്ഞു രണ്ടുപേരും വളർന്നു കഴിഞ്ഞു, വെവ്വേറെ വഴികൾ തിരഞ്ഞെടുത്തു. പക്ഷെ അതിനുള്ള കാരണം എന്താണ്? ഞങ്ങൾ രണ്ടുപേരും വഴക്കുണ്ടാക്കി എന്നതിന് യാതൊരു കാരണവുമില്ല. ഈ പറയുന്ന പണപ്രശ്നമോ അങ്ങനെ ഒന്നും തന്നെ ഞങ്ങൾക്കിടയിൽ യാതൊന്നും തന്നെ ഇല്ല. പക്ഷേ ഞങ്ങളിപ്പോൾ വ്യത്യസ്തമായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഞങ്ങളുടെ ലക്ഷ്യം തന്നെ മാറിപ്പോയിരിക്കുന്നു. വീണ്ടും നിങ്ങളുടെ ഈ ജോഡി തിരിച്ചും ഒന്നിച്ച് പ്രവർത്തിക്കാനുള്ള എന്തെങ്കിലും സന്ദർഭമുണ്ടോ? ഇപ്പോൾ ഞാനിവിടെ ഇരിക്കുന്ന സമയത്തും അങ്ങനെ ഒരു സാധ്യതയും കാണുന്നില്ല. എന്നാലും ജീവിതം വളരെ വിനോദമായതാണ്. എപ്പോൾ വേണമെങ്കിലും എന്തും നടക്കാം. സാർ, ഇതിനു മുന്നേ താങ്കൾ സലീം സാറിന്റെ കൂടെ ജോഡിയായിരുന്നു. അതുപോലെ തന്നെ ഭാവിയിൽ വീണ്ടും നിങ്ങൾ ജോഡിയാവാൻ താല്പര്യപ്പെടുമോ? ഇതുവരെ അങ്ങനെ ഒരു ചിന്ത ഞങ്ങൾക്കില്ല. പക്ഷേ ഭാവി കാലത്ത് എന്ത് സംഭവിക്കുന്നു ഇപ്പം ഗസ് ചെയ്താൽ അതൊരു ഭാവി കാലമല്ലല്ലോ. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കൂടെ ജോലി ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ അപ്പോൾ എനിക്കൊന്ന് ഫോൺ ചെയ്തേക്ക് മനീഷ്. ഒറ്റയ്ക്കുള്ള പ്രവർത്തനമൊക്കെ മതിയെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അതെ, ഇപ്പോൾ എനിക്കത് ശീലമായി. ഞാനൊരിക്കൽ വായിച്ചിരുന്നു, ഷബാന ആസ്മി പറഞ്ഞത് താങ്കളുടെ വീട്ടിൽ അന്തരീക്ഷം പൊതുവെ കൺഫ്യൂഷനായിരിക്കും, പേപ്പറുകളൊക്കെ ചെതറി കിടക്കും, ഒന്നും എടുക്കാൻ താങ്കൾ സമ്മതിക്കില്ലെന്നാണ്. ഇതെല്ലാം കാണുന്നതിന് അവർക്കാണ് ഒരു കൺഫ്യൂഷൻ. എനിക്കറിയാം എവിടെ എന്ത് സാധനം ഇരിക്കുമെന്ന്. പക്ഷെ അവരത് ക്ലീൻ ആക്കുമ്പോൾ എനിക്കൊന്നും തന്നെ കിട്ടാറില്ല. അവരങ്ങനെ വൃത്തിയാക്കുന്ന സമയത്ത് ഒരു പാട്ടിന്റെ വരികൾ അവിടെ എവിടെയും ചെതറിപ്പോവും. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അതിനുശേഷം തേടി 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 2-3 വട്ടം വെസ്റ്റ് ബോക്സിൽ അത് കിട്ടിയത്. ഇത് കാരണം എന്തെങ്കിലും വഴക്കുണ്ടായിട്ടുണ്ടോ? ഒരു പ്രയോജനവുമില്ല. അവസാനം ഞാനൊരു തീരുമാനത്തിലെത്തി. അതായത് 2 മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ 1 മാസത്തിലൊരിക്കലോ എൻ്റെ മുറിയിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്.